എല്ലാവരും അനുഗ്രഹിക്കട്ടെ. ഞാൻ നാട്ടുകാർക്കും പാവങ്ങൾക്കും വേണ്ടി കോടികൾ മുടക്കിയ ആളാണ്. ഇനിയും കോടികൾ ഞാൻ മുടക്കാൻ തയ്യാറാണ്. പക്ഷേ എന്റെ സൈബർ അറ്റാക്കും ഭീഷണിയും കാശ് ചോദിക്കലും കാരണം എന്നെ ജീവിക്കാൻ സമ്മതിക്കുകയല്ലെങ്കിൽ ഞാൻ ഈ ചാരിച്ച് നിർത്തുവാണ്. ആരടാ ഈ സൈബർ അറ്റാക്കും ഭീഷണിയൊക്കെ ആയിട്ട് ചെല്ലുന്നേ? ഇതൊരു പരിപാടിയാടാ അത്. നിനക്ക് ചെയ്യാൻ കൊള്ളാമോ? അങ്ങനെ ചെയ്യല്ലോ കേട്ടോ. അച്ഛൻ ചാരിറ്റി കേട്ടോ. അച്ഛൻ പറഞ്ഞേ, എന്നെ എപ്പോഴും പൊന്നുപോലെ സ്നേഹിക്കുന്ന എന്റെ നാട്ടുകാർ എന്റെ ഒപ്പം ഇല്ലെങ്കിൽ എനിക്ക് ഇനി ചാരിറ്റി നടത്താൻ പറ്റില്ല. എന്റെ ഫാമിലിയുടെ ഉറങ്ങാതെ പോലുമാണ് ഞാൻ പല സ്ഥലങ്ങളിലും രാത്രി വരെ സഞ്ചരിച്ചത്. എന്റെ ഫാമിലിയുടെ കൂടെ ഉറങ്ങാതെ പോലുമോ? അച്ചായ കുറച്ച് കോളുകളൊക്കെ അച്ചായന്റെ വാട്സപ്പ് മെസ്സേജ് എന്തൊക്കെ ലീക്ക് ആയിട്ടുണ്ടല്ലോ. ഫാമിലിയുടെ കൂടെ ഉറങ്ങാതെ വേറെ ആരെയുണ്ടോ സ്നേഹിക്കുന്നത്? അതിലോട്ടൊന്നും ഞാൻ പോകുന്നില്ല. അത് എടുത്തു കഴിഞ്ഞാൽ പല ആൾക്കാരും ഇവിടെ ക്ലിയർ ഒന്നും ആയിരിക്കത്തില്ല. ഇപ്പൊ നമ്മുടെ ഈ അച്ചായന്റെ വിഷയമാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. ഈ അച്ചായന്റെ വിഷയം എന്ന് പറഞ്ഞാൽ അച്ചായൻ ഒരു നന്മ മരമാണ്. അച്ചായന്റെ മെയിൻ സംഭവം എന്ന് പറഞ്ഞാൽ പാവങ്ങളെ സഹായിക്കുക. ഇതാണ് അച്ഛന്റെ മെയിൻ പരിപാടി. പാവങ്ങളെ സഹായിച്ച് അതിലൂടെ റീച്ച് ഉണ്ടാക്കി അതിനെ ബിസിനസ് ആക്കി കൺവേർട്ട് ചെയ്യുക എന്നൊരു ബുദ്ധി രാക്ഷസനാണ് ഈ അച്ചായൻ. അച്ചായൻ അപ്പൊ എന്താ ചെയ്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 20 കടകള് 20 കടകളല്ല 41 കടകളോ 40 കടകള് അച്ചായൻ സ്റ്റാർട്ട് ചെയ്തു. 40 കടകൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ 40 വീടുകൾ പാവങ്ങൾക്ക് വെച്ച് നൽകുമെന്നുള്ള ഒരു വലിയ ആശയമായിട്ടാണ് അച്ചായൻ രംഗത്തേക്ക് വന്നത്. ഇതൊക്കെ നിങ്ങൾക്ക് അറിയാലോ. അപ്പൊ അങ്ങനെ വന്ന സമയത്ത് അച്ചായൻ കൊടുത്തതിൽ ഒരു വീടിന് ഒരു ചെറിയ പ്രശ്നം ഉണ്ടായി. പ്രശ്നം എന്ന് പറഞ്ഞാൽ ലൈഫ് മിഷൻ പദ്ധതി പ്രകാരം കൊടുത്ത വീട്. പക്ഷേ അച്ചായൻ അത് കംപ്ലീറ്റ് ചെയ്ത് ഫുൾ ക്രെഡിറ്റ് അച്ചായൻ അടിച്ചുകൊണ്ടുപോയി. കേരള ലൈഫ് മിഷൻ പദ്ധതിയുടെ വീടിന്റെ ഫുൾ ക്രെഡിറ്റ് അച്ചായൻ അടിച്ചുകൊണ്ടുപോയി. ഇതിനെ സീക്രട്ട് ഏജന്റ് ചോദ്യം ചെയ്തു. സീക്രട്ട് ഏജന്റ് അതിനുശേഷം കുറെ ചോദ്യങ്ങളുമായിട്ട് രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നു. അച്ചായൻ സീക്രട്ട് ഏജന്റിന് അയച്ച മെസ്സേജുകൾ ഉൾപ്പെടെ സീക്രട്ട് ഏജന്റ് കാണിച്ചു. ഈ അച്ചായന്റെ സൈഡിൽ നിന്ന് എനിക്ക് തോന്നിയ സാധനം എന്ന് പറഞ്ഞാൽ അച്ചായൻ ഒരുപാട് കള്ളം പറയുന്നുണ്ട്. അച്ചായൻ നിങ്ങളൊരു റെപ്യൂട്ടഡ് ഫിഗർ ആണ്. നിങ്ങൾ ഈ പറയുന്നത് ഞാനൊന്നും സഹായിച്ചോട്ടെ പ്ലീസ് ഇങ്ങനൊന്നും പറയേണ്ട കാര്യമില്ല. നിങ്ങൾ ബേസിക് ആയിട്ട് കാര്യം പറയും. ഒരുപാട് സെന്റിമെന്റ്സ് അടിക്കുമ്പോൾ നമുക്കത് മ്ലേച്ഛകരമായിട്ട് തോന്നും. ഇപ്പൊ അച്ചായന്റെ വീഡിയോയിൽ വ്യത്യാസമുണ്ട്. ഇപ്പൊ മറ്റേ ബീജിയം കുത്തിക്കേറ്റുന്ന പരിപാടി അച്ചായൻ നിർത്തിയിട്ടുണ്ട്. അപ്പൊ വിമർശനം വരുമ്പോൾ അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നതാണ് അക്സെപ്റ്റ് ചെയ്യുക. അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തതാണെങ്കിൽ അത് അക്സെപ്റ്റ് ചെയ്യണ്ട. അത്രേ ഉള്ളൂ. സംഭവം പരിപാടി തീർന്നു. ഇനി ഈ അച്ചായന്റെ ഈ ഒരു വീഡിയോ വന്നിട്ടുണ്ടായിരുന്നു. അച്ചായൻ വീണ്ടും ആ കുടുംബത്തിന്റെ അടുത്ത് പോയിട്ട് അവരോട് ചോദിക്കുന്ന കാര്യം നമുക്ക് അതൊന്ന് കണ്ടിട്ട് തിരിച്ചു വരാം. നിങ്ങൾക്കറിയോ എന്നെ കുറ്റപ്പെടുത്തി പറഞ്ഞോണ്ട് ഞാൻ തട്ടിപ്പുകാരൻ അല്ലേ? നിങ്ങൾ പറയില്ല. നിങ്ങളുടെ ഒറ്റ കേസിൽ ഞാൻ തട്ടിപ്പുകാരൻ. 40 വീട് കൊടുത്താൽ ഞാൻ മണ്ടൻ. 1.5 ലക്ഷം നിങ്ങൾക്ക് തന്നു. 3 ലക്ഷം രൂപ മേസ്തിരിക്കും തന്നു. ആണോ? 4 ലക്ഷം രൂപ നിങ്ങൾക്ക് വീട് പണിതോ? അത് ഞാൻ തട്ടിപ്പ് കാണിച്ചിട്ടുണ്ടോ? ടൈൽ ഇടണ്ട വേറെ ഇട്ടാൽ മതി എന്ന് പറഞ്ഞപ്പോഴും ടൈൽ ഇടാനാണോ ഞാൻ നിങ്ങളോട് പറഞ്ഞത്? നിങ്ങളെ വൃത്തിയായിട്ട് തന്നെ ടൈലും ജനലും അടിപൊളിയാക്കി പെയിന്റ് ചെയ്ത് നിർത്താനാണോ ഞാൻ പറഞ്ഞത്? എന്തിനാ പിന്നെ എല്ലാവരും എന്നെ വേട്ടയാടുന്നത്? ഈ ഒറ്റ ഇതിന്റെ പേര് വിമർശനങ്ങൾ കേട്ടോ വിഷമിച്ചവനാ ഞാൻ. നിങ്ങൾ പറയാച്ചാ ഞാൻ ആത്മാർത്ഥമായിട്ടാണ് നിങ്ങൾക്ക് ചെയ്തു തന്നത്? ഞാൻ എന്തെങ്കിലും കള്ളത്തരം കാണിച്ചിട്ടോ? എന്റെ തട്ടിപ്പ് എന്ന് പറഞ്ഞ് ആൾക്കാർ മുഴുവൻ പറഞ്ഞു നടക്കുമ്പോ നിങ്ങൾ പറ ഞാൻ ചെയ്തിട്ടുണ്ടോ? 3, 1.5, 4 ലക്ഷം രൂപ ഇവർ സത്യം അവർ പറഞ്ഞതാണ് വീഡിയോയ്ക്ക്. ആ വീഡിയോയ്ക്ക് അത് അവർ കട്ട് ചെയ്ത് കളഞ്ഞു. കഷ്ടം. ഇതാണ് ഇതിന്റെ എഗ്രിമെന്റ്. അതായത് ഇവർക്ക് മേസ്തിരിക്ക് 3 ലക്ഷം കൊടുത്തതും ഇവർക്ക് 1.5 ലക്ഷം കൊടുത്ത ഇവർ മേസ്തിരിക്ക് 3 ലക്ഷവും ഇവർക്ക് 1.5 ലക്ഷം ആയപ്പോ 3 ലക്ഷവും പ്ലസ് 1 ലക്ഷവും ഈസിക്കൽ ടു 4 ലക്ഷം പ്ലസ് 50,000 ഈസിക്കൽ ടു 4.5 ലക്ഷം. 1.5 ലക്ഷം കൊടുത്തു. കൂടാതെ 3 ലക്ഷം കൊടുത്തതിന്റെ കൂടെ എഗ്രിമെന്റ് ആണ് ഇത്. ഈ എഗ്രിമെന്റും ഈ വീഡിയോയിൽ കാണിക്കുന്നുണ്ടാവും. ഒരിക്കലും ഞാൻ കള്ളത്തരം കാണിക്കില്ല. അച്ഛനെ കള്ളത്തരം കാണിക്കേണ്ട കാര്യമില്ല. അച്ഛനെ ഒന്നും ഇല്ലായ്മ തുടങ്ങിയതാണ്. കാശ് മുഴുവൻ ഞാൻ പാവം മാറ്റി വെച്ചവനാണ്. ഇനിയും ചെയ്യും. ആരൊക്കെ തടഞ്ഞാലും ചെയ്യും. എന്നെ തടയാൻ പറ്റുന്ന ദൈവത്തിന് മാത്രമേ ഉള്ളൂ. ഓക്കെ, ഇനി അടുത്ത കാണുന്നതാണ് വരെ. ബൈ ബൈ. അപ്പൊ ഇനിയും ചെയ്യും. എന്ത് വന്നാലും ചെയ്യും എന്നാണ് അച്ഛൻ പറയുന്നത്. അച്ഛൻ ഇപ്പോ ഇടക്കാലത്ത് ഒരു ഭീഷണിയുടെ സ്വരമാണ്. ഇനി ഞാൻ ചെയ്യും. ആർക്കും എന്നെ തടയാൻ പറ്റത്തില്ല. ഞാൻ ചെയ്യും. എന്നിട്ട് അടുത്തത് വന്നിട്ട് ഞാൻ ഇനി ചാരിറ്റി ചെയ്യത്തില്ല. ഞാൻ ചെയ്തില്ലെന്നുള്ളൂ. ഞാൻ ചാരിറ്റി പരിപാടി ഞാൻ നിർത്തി. ഇങ്ങനെയൊക്കെ അച്ചായൻ മാറ്റി തിരിഞ്ഞ് പറയുന്നുണ്ട്. ഓക്കെ, ഇതാണ് അച്ചായൻ കയ്യിലുണ്ടെന്ന് പറഞ്ഞ അച്ചായന്റെ കൈകളിൽ മാത്രമുള്ള ആ രേഖയാണ് നമ്മൾ ഈ കാണുന്നത്. ഈ രേഖയ്ക്കകത്ത് ഗവൺമെന്റിന്റെ എമൗണ്ട്, നമ്പർ ഓഫ് പർച്ചേസ്, ഓക്കെ, ടോണി അച്ചായന്റെ പേരിലുള്ള സംഭവങ്ങളും ബഹുലമന എല്ലാ സാധനങ്ങളും ഉണ്ട് ഇതിനകത്ത്. കോട്ടയം ജില്ലയിൽ ഇത് പറയണ്ടല്ലോ, വീട്ടിൽ വർക്ക് എന്ന കക്ഷിയും തിരുവനന്തപുരം ജില്ലയിലെ അവരുടെ പേര് ഞാൻ പറയുന്നില്ല എഴുതിയ എഗ്രിമെന്റ്. 1ാം കക്ഷിയായിട്ടുള്ള അച്ചായന് 2ാം കക്ഷിയായിട്ടുള്ള നമ്മുടെ ഈ വീട്ടുകാരും തമ്മിൽ എഴുതിയ എഗ്രിമെന്റ്. 2ാം കക്ഷി 1ാം കക്ഷി ആയ നമ്മുടെ അച്ചായൻ വീട് പണിക്കായി 3 ലക്ഷം രൂപ ഓക്കെ നൽകിയിരിക്കുന്നു. മൊത്തം ഇപ്പൊ 3 ലക്ഷം രൂപയായി. ഇപ്പൊ ഫുള്ള് 3 ലക്ഷം രൂപയായി. ആദ്യം പറഞ്ഞത് 3.5 പ്ലസ് 1.5 5 ആയിരുന്നു. പിന്നെ പറഞ്ഞത് 3 പ്ലസ് 1.5 അപ്പൊ 4.5 ആയി.
ഇപ്പൊ താണ്ട 3+1.5 അപ്പൊ 3+1 അപ്പൊ മൊത്തത്തിൽ 4 ഇപ്പൊ ഈ കണക്ക് വീണ്ടും മാറി. ശരി, ബാക്കി പറ. ക്യാഷായി 9 നൽകിയിട്ടുണ്ടെന്ന് പറയുന്നു. ഇനി ഇതിന് താഴെ 7/10/2025 50,000 രൂപയും 14/10/2025 4,50,000 രൂപയും കൊടുത്തു എന്ന് എക്സ്ട്രാ എഴുതി വെച്ചിരിക്കുന്നു. അപ്പൊ അതായിരിക്കും ഈ പറഞ്ഞത് 3.5 അങ്ങനത്തെ സെറ്റപ്പ് ആയിട്ട് പറഞ്ഞത്. ഇപ്പൊ മൊത്തത്തിൽ അച്ചായൻ 4.5 പ്ലസ് 50,000 5 ലക്ഷം കൊടുത്തു. ശരിക്കും അച്ചായൻ എത്ര കൊടുത്തായിരുന്നു? ഇതിപ്പോ ഫുള്ള് കൺഫ്യൂഷൻ ആയല്ലോ. അച്ചായൻ പല തവണ പല പല കണക്കുകളാണ് പറയുന്നത്. എന്തെങ്കിലുമൊക്കെ ആട്ടെ, അല്ല അച്ചായൻ എഗ്രിമെന്റ് ഒക്കെ കൊണ്ടുവന്നു. ഇതിനകത്ത് അച്ചായൻ മനസ്സിലാക്കേണ്ട ഒരു സാധനം, നമ്മൾ പറയുന്ന സാധനം അച്ചായൻ ചെയ്തിട്ടില്ലെന്നോ അച്ചായൻ സഹായിച്ചിട്ടില്ലെന്നോ അച്ചായൻ ഒരു നന്മമരമല്ലെന്നോ അല്ല. നമ്മൾ പറയുന്ന സാധനം, ഒരു വീട് ഗവൺമെന്റ് കൊടുത്ത വീട് പണിയുന്നു. ആ പണി പകുതിക്ക് വെച്ച് നിന്നുപോയി. ബാക്കി അവർക്ക് പണിയാനുള്ള സെറ്റപ്പ് പൈസ ഒത്തില്ല. അപ്പൊ അച്ചായൻ ഒരു ദൈവദൂതനെ പോലെ പറന്നിറങ്ങി അത് സഹായിക്കുന്നു, ബാക്കി ഉള്ള വീട് സഹായിക്കുന്നു. നല്ല കാര്യമാണ്, അങ്ങനെ തന്നെ ചെയ്യണം അച്ചായൻ, നല്ല കാര്യം. പക്ഷെ നമ്മളിത് പറഞ്ഞപ്പോ അച്ചായൻ ഈ ഒരു വിവാദം ഉണ്ടായി പറഞ്ഞപ്പോ പോലും ഒരിടത്തും ഇത് ലൈഫ് മിഷൻ പദ്ധതിയുടെ ഭാഗമായിട്ട് കിട്ടിയ വീടിനകത്ത് പണി പൂർത്തിയാക്കി ഞാൻ പണി കൊടുത്തു എന്ന് പറഞ്ഞിട്ടില്ല. ഫുൾ ക്രെഡിറ്റ് അച്ചായൻ അടിച്ചുകൊണ്ട് പോയി. അതായത് അച്ചായൻ പറയുന്നത് ഗവൺമെന്റിനെ കൊണ്ടൊന്നും ഒരു കഴകത്തും ഇല്ല, ഗവൺമെന്റിന് പറ്റാത്ത സാധനമാണ് ഞാൻ ചെയ്തത്, അങ്ങനെ അച്ചായൻ പറയുന്നു. പക്ഷെ അച്ചായൻ ഈ ഗവൺമെന്റിന്റെ കേസ് മിണ്ടിയതല്ല, ഫുൾ ക്രെഡിറ്റ് അച്ചായൻ അടിച്ചു. അപ്പൊ എനിക്കിതിനകത്ത് തോന്നിയത് അച്ചായനെ തെറ്റിദ്ധരിപ്പിച്ചിട്ടുണ്ടാവാം. അച്ചായൻ കംപ്ലീറ്റ് ആയിട്ട് ഒരു അന്വേഷണം നടത്താതെ ഈ സാധനത്തിന്റെ പുറകെ ഇറങ്ങി തിരിച്ചാവാം. നേരെ വന്നു 40 കട പണിയുമ്പോഴത്തേന് 40 വീട് തീർക്കണം, ചടപ്പട എടുക്കണം, 40 വീട് പിടിക്കണം, ദാടാ പണിയുക, അങ്ങനെ ചെയ്തപ്പോ ഒരു തെറ്റ് പറ്റിയതായിരിക്കാം. ഈ അച്ചായനെ കുറിച്ച് ഇപ്പോ അതിനുശേഷം ഒരുപാട് സാധനങ്ങൾ സീക്രട്ട് ഏജന്റ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അച്ചായൻ പരസ്യം അവിടെ റൺ ചെയ്തു, പരസ്യം ഇവിടെ റൺ ചെയ്യുന്നു, ഒക്കെ എന്തെങ്കിലും ആട്ടെ. നമുക്ക് ഈ ഒരു സാധനത്തിന്റെ താഴെ അച്ചായൻ കുറെ സാധനങ്ങൾ ഇങ്ങനെ ഡിസ്ക്രിപ്ഷൻ എഴുതി പിടിപ്പിച്ചിട്ടുണ്ട്. നമുക്ക് എഴുതി പിടിപ്പിച്ച ഡിസ്ക്രിപ്ഷൻ ഒന്ന് വായിക്കാം. സമൂഹത്തിൽ എന്ത് നല്ലത് ചെയ്താലും ചില സമയങ്ങളിൽ നമുക്ക് വിമർശനങ്ങൾ നേരിടേണ്ടി വരും. ആ ഒരു ബോധ്യം ഉണ്ടായാൽ മതി അച്ചായ. നമുക്ക് കാരണം ഒരിക്കലും നമുക്ക് എല്ലാവരെയും സന്തോഷിപ്പിക്കാൻ പറ്റില്ല. പക്ഷേ കഴിഞ്ഞ ദിവസം എനിക്കെതിരെ ഉണ്ടായ ആരോപണം എന്നെ ഒരുപാട് വേദനിപ്പിച്ചു എന്നത് സത്യം തന്നെയാണ്. ഇന്നേ നാൾ വരെ ഒരു മനുഷ്യനെ പറ്റിച്ച് ജീവിക്കേണ്ട ഗതികേട് എനിക്ക് വന്നിട്ടില്ല. അത് മിസ്ലീഡ് ചെയ്ത് ഇൻഫർമേഷൻ പറഞ്ഞിട്ടുള്ളൂ, പറ്റിച്ചിട്ടൊന്നുമില്ല കേട്ടോ. ഞാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് എന്നും ആത്മാർത്ഥമായിട്ട് തന്നെയാണ്. കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് തിരുവനന്തപുരം കാട്ടാക്കടയിൽ നിന്നും ഒരു വികലാംഗനായ അച്ഛൻ എന്നെ വിളിക്കുകയും ശരി, അതൊന്ന് നോട്ട് ചെയ്ത് വെച്ചോട്ടോ. അച്ഛൻ എന്നെ വിളിക്കുകയും അവരുടെ അവസ്ഥ എന്നോട് പറയുകയും ചെയ്തു. അവരുടെ അവസ്ഥ നേരിൽ പോയി കണ്ടപ്പോൾ ശരിക്കും പരിതാപകരമായി തോന്നി. ആ കുടിലിൽ നിന്നും അവർക്ക് മരിക്കുന്നതിന് മുമ്പ് മോചനം വേണം, സഹായിക്കണം എന്ന് പറഞ്ഞു. സർക്കാർ നൽകിയ സ്ഥലത്ത് തറ മാത്രം കെട്ടിയ നിലയിൽ നിന്നും അവർക്ക് മുന്നോട്ട് വീട് പണിയാൻ ഒരു അവസ്ഥയും ഇല്ലായിരുന്നു. കടുത്ത സാമ്പത്തിക പ്രശ്നങ്ങൾ കൊണ്ട് പണി മുന്നോട്ട് പോകാത്തതിനാൽ കുടിലിൽ തന്നെ കഴിയേണ്ട അവസ്ഥയായിരുന്നു. വ്യക്തിയുടെ പേര് ഞാൻ പറയുന്നില്ല, എന്ന വ്യക്തിക്ക്. അപ്പൊ അച്ചായൻ അറിയാം അത് സർക്കാർ കൊടുത്ത വീടാണ്, സർക്കാരിന്റെ ഇതിലാ പണിഞ്ഞെന്ന്. ഈ സർക്കാരിന്റെ ലൈഫ് മിഷൻ പദ്ധതി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മൾ അടിത്തറ പണിത് കഴിയുമ്പോൾ അതിനുള്ള പൈസ കൊടുക്കും. നമ്മൾ വീടിന്റെ മറ്റേ മതില് ഇതെന്തോ സൈഡ് വാള് പണിഞ്ഞു കഴിയുമ്പോഴത്തേനും അതിനുള്ള പൈസ കൊടുക്കും. മേൽക്കൂര, അങ്ങനെയാണ് ഘട്ടം ഘട്ടമായിട്ടാണ് കൊടുക്കുന്നത്. അപ്പൊ അച്ചായൻ വന്ന് ഇവിടെ സംസാരിച്ച സാധനം എന്ന് പറഞ്ഞാൽ, ഇപ്പൊ അവർക്കത് ഫുൾ എമൗണ്ട് കിട്ടിയോ ഇല്ലയോ നമുക്കറിയില്ല. അച്ചായൻ വന്ന് സംസാരിച്ച സാധനം, ഞാൻ ഈ വീട് മൊത്തത്തിൽ പണിഞ്ഞു കൊടുത്തത് ഞാനാണ്, 5 ലക്ഷം രൂപയ്ക്ക് ഞാൻ പണിഞ്ഞു കൊടുത്ത വീടാണെന്നാണ് അച്ചായൻ സംസാരിച്ചത്. അപ്പൊ ശരിക്കും ഇപ്പൊ പറയുമ്പോഴത്തേനും ലൈഫ് മിഷൻ പദ്ധതിയുടെ ഭാഗമായിട്ട് കിട്ടുന്ന 4 ലക്ഷവും അച്ചായൻ കൊടുത്ത 5 ലക്ഷവും മൊത്തം എത്രയാ? 5 4 9 ലക്ഷം രൂപയുടെ വീടാണിത്. അച്ചായൻ വീണ്ടും മാറ്റി പറയുന്നുണ്ട് കേട്ടോ. അച്ചായൻ ഇത് 9 ലക്ഷം 8 ലക്ഷം രൂപയുടെ വീടാണെന്ന് ഉള്ള രീതിയിൽ അച്ചായൻ പറയുന്നുണ്ട്. അതിലൊക്കെ നമുക്ക് വരാം. അച്ചായനും അൽഫുഡി സൂരജിന്റെ വീഡിയോ ഞാൻ കാണിക്കാം. അപ്പൊ അച്ചായൻ അറിയാം അത് ഗവൺമെന്റ് വീടാണെന്ന്. ഇനി പോട്ട് അച്ചായൻ നമ്മൾ ഈ പറയുന്ന പോലെ അച്ചായൻ ഈ വീട് പകുതിക്ക് നിന്നു, അടിത്തറ ഇട്ട് കഴിഞ്ഞിട്ട് നിന്നു, ബാക്കി പണിയാൻ പൈസ ഇല്ല. അച്ചായൻ ദേവദൂതനെ പോലെ വന്നിറങ്ങി അച്ചായൻ ആ വീട് പണിത് കൊടുക്കുന്നു. അച്ചായൻ ആ വീട് പണിത് കൊടുത്തതിന് ശേഷം ഗവൺമെന്റ് സ്ഥലത്ത് ഇവർക്ക് പൈസ കിട്ടിയിട്ടേ ഇല്ല. അച്ചായൻ ഈ പറയുന്ന പോലെ 4 ലക്ഷം 5 ലക്ഷം രൂപയ്ക്ക് വീട് പണി തീർത്തു. ഇത് ഗവൺമെന്റിന്റെ സൈഡിൽ നിന്നും ഈ ഫണ്ട് റിലീസ് ആവുമല്ലോ, ഒരു കുടിശ്ശികയായിട്ട് കിടക്കുമായിരിക്കുമല്ലോ, ഇത് റിലീസ് ആവുന്നു. അപ്പൊ ഇവർക്ക് ആ ഫണ്ട് കിട്ടുന്നു.
അപ്പൊ നോക്കിയാലും അച്ചായൻ അത് പൂർണ്ണമായിട്ട് എങ്ങനെ അതിന് അവകാശം എടുക്കാൻ പറ്റും? ഈ വീട് കാണിച്ച് അവർക്ക് അതിന്റെ റീഫണ്ട് കിട്ടി, അത് അച്ചായൻ മേടിക്കും. എനിക്ക് മനസ്സിലായില്ല സെറ്റപ്പ്. ഓക്കെ, നമുക്ക് ഏതായാലും അൽ സൂരജ്, നമ്മുടെ ട്രിവാൻഡ്രം ഫുഡീസ്, പുള്ളിക്കാരൻ ഇതിനെ ന്യായീകരിച്ചുകൊണ്ട് ഒരു വീഡിയോ എടുക്കണം. നമസ്കാരം. അപ്പൊ ഈ ടോണി അച്ഛനായിട്ടുള്ള ഒരു ഇഷ്യൂയില് ഞാനും ഉണ്ടായിരുന്നു. ആദ്യമായിട്ട് ആ ഒരു വീട്ടിൽ പോയി വീഡിയോ ചെയ്യുന്നത് ഞാനാണ്. എന്റെ പേജിലാണ് ആദ്യമായിട്ട് ഇവരെ വീഡിയോ വരുന്നത്. ഈ ഒരു അച്ഛന്റെ അമ്മയുടെ വീഡിയോ ചെയ്യാൻ വേണ്ടി മെസ്സേജ് ഇട്ടത് ഈ ഒരു കാലില്ലാത്ത ആ ഒരു ചേട്ടന്റെ സഹോദരിയുടെ മോനാണ്. അപ്പൊ ആ ഒരു ഒന്നുകൂടെ പറഞ്ഞു കേട്ടില്ല അത് ഞാൻ കേട്ടില്ല. ഞാനത് ആദ്യമായിട്ട് ഇവരെ വീഡിയോ വരുന്നത് ഈ ഒരു അച്ഛന്റെ അമ്മയുടെ വീഡിയോ ചെയ്യാൻ വേണ്ടി മെസ്സേജ് ഇട്ടത് ഈ ഒരു കാലില്ലാത്ത ആ ഒരു ചേട്ടന്റെ സഹോദരിയുടെ മോനാണ്. അച്ചായൻ അവിടെ പറഞ്ഞത് ഈ അച്ഛൻ കോണ്ടാക്ട് ചെയ്തു എന്നാണ്. പക്ഷെ ഇവിടെ വന്നപ്പോഴത്തേനും സഹോദരിയുടെ ഒരു റിലേറ്റീവ് കോണ്ടാക്ട് ചെയ്യുന്നുണ്ട്. ഇപ്പൊ അച്ചായനെ ചിലപ്പോൾ മറ്റേ ചേട്ടൻ തന്നെ ആയിരിക്കും കേട്ടോ കോണ്ടാക്ട് ചെയ്യുന്നത്, നമുക്കറിയത്തില്ല. അയ്യോ, അപ്പൊ ആ ഒരു ഒട്ടും നിവർത്തിയില്ലാത്ത ഒരു മണ്ണിട്ട വീട്ടിൽ താമസിക്കുന്നതിന് കഴിക്കാനും ഒരു വക ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് മാത്രമാണ്, അത്ര വിഷമം പറഞ്ഞുകൊണ്ടാണ് ഞാൻ അവിടെ വീഡിയോ ചെയ്യാൻ വേണ്ടി പോയത്. അപ്പൊ അവരുടെ അവസ്ഥ കണ്ടപ്പോൾ തന്നെ എനിക്ക് ഒരുപാട് വിഷമായി. എന്റെ കയ്യിലുണ്ടായിരുന്ന കുറച്ച് പൈസയും കൊടുത്തു, അവർക്ക് വേണ്ട സാധനങ്ങളെല്ലാം വാങ്ങിച്ചു കൊടുത്തു. അതിനുശേഷം കുറച്ചെന്തെങ്കിലും സഹായം കിട്ടട്ടെ എന്ന് വിചാരിച്ച് ഞാൻ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തു. പക്ഷെ വീഡിയോ പോസ്റ്റ് ചെയ്തതിന് ശേഷമാണ് ഞാൻ അറിയുന്നത് 3 ദിവസം മുന്നേ അച്ചായൻ അവിടെ വന്നിട്ടുണ്ടായിരുന്നെന്നും ഇവർക്കൊരു വീട് പണി തീരാത്തൊരു വീടുണ്ട്, ആ വീട് പൂർത്തിയാക്കാൻ വേണ്ടി പൈസ കുറച്ച് കൊടുത്തെന്നും അതേപോലെ സാധനങ്ങളും പൈസയൊക്കെ കൊടുത്തെന്നുള്ളത് അറിഞ്ഞത്. ഞാൻ അവിടെ പോയി സാധനങ്ങളും അവർക്ക് പൈസയും കൊടുത്ത സമയത്തൊന്നും ഇവർ പറഞ്ഞിട്ടില്ല, അച്ചായൻ വന്ന കാര്യം ഇല്ല, ഒന്നും പറഞ്ഞിട്ടില്ല. അത് അവരെന്നെ മറച്ചു വെച്ചൊരു കാര്യം. സൂരജ് വളരെ വ്യക്തമായിട്ട് അദ്ദേഹം ചെന്നപ്പോ ഉണ്ടായ അനുഭവങ്ങൾ പറയുന്നുണ്ട്. ഈ സമയത്ത് സൂരജ് പറയുന്നത് ഇദ്ദേഹം പോയി സഹായിച്ചു, ഇവരുടെ അവസ്ഥ കണ്ടിട്ട് ഇവർക്ക് സാധനങ്ങൾ മേടിച്ചു കൊടുത്തു, കുറച്ച് പൈസ കൊടുത്തു, വീഡിയോ ചെയ്തു. എന്നിട്ട് പിന്നീട് അറിയുന്നു സൂരജ് ചെല്ലുന്നതിന് മുമ്പ് ഈ അച്ചായൻ അവിടെ ചെന്നിട്ടുണ്ടെന്നുള്ള കാര്യം. സോ ഈ കുടുംബം അത് സൂരജിനോട് പറഞ്ഞിട്ടില്ല. ഈ കുടുംബം ഈ ലൈഫ് മിഷൻ പദ്ധതി പ്രകാരം വീട് കിട്ടി. ആ കവല സ്പീക്സ് എന്ന് പറയുന്ന യൂട്യൂബ് ചാനൽ വന്നപ്പോഴത്തേനും അച്ചായൻ വന്ന വിവരം അവിടെ പറഞ്ഞിട്ടില്ല, അത് സർക്കാർ തന്ന വീടായി. അച്ചായൻ വന്നപ്പോഴത്തേനും ഒരു പക്ഷേ ഇത് ഗവൺമെന്റ് വീടാണെന്നുള്ള മറച്ചു വെച്ചിരിക്കാം. ഇപ്പോ ഈ വിരലുകൾ ചൂണ്ടുന്ന ഈ കുടുംബത്തിലേക്ക് പോയിട്ടുണ്ട്. കാരണം ഇവര് അവിടുന്ന് കിട്ടട്ടെ, പോരട്ടെ, സായം കിട്ടട്ടെ ആ ഒരു സെറ്റപ്പിലാണ് ഈ സാധനം പറയുന്നത്. ഇതിനകത്ത് ബേസിക് ആയിട്ട് ഈ കവല സ്പീക്സ് എന്ന് പറയുന്ന യൂട്യൂബ് ചാനലിനകത്ത് പറഞ്ഞ സാധനം കട്ട് ചെയ്തിട്ടുണ്ടെന്നാണ് അച്ചായന് ഈ കുടുംബം അവകാശപ്പെടുന്നത്. അപ്പൊ അവരൊരു എക്സ്പ്ലനേഷൻ തരേണ്ടതായിട്ട് വരും. നമ്മളെ എന്താ പരിപാടി, എന്തൊരു പരിപാടിയാണെന്ന് അറിയത്തില്ല കേട്ടോ. ഇവിടുത്തെ ഇപ്പൊ മെയിൻ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ ഒരു വീട് ഫുള്ളായിട്ട് അച്ചായനാണോ പണിത് കൊടുത്തത്? ഈ ഒരു വീട് ഫുള്ളായിട്ട് പണിത് കൊടുത്തത് അച്ചായനല്ല. അപ്പൊ ഇതിന്റെ യഥാർത്ഥ സത്യസന്ധമായ കാര്യം എന്ന് പറഞ്ഞാൽ പഞ്ചായത്തിൽ നിന്ന് കിട്ടിയ സ്ഥലത്ത് ലൈഫ് മിഷന്റെ ഭാഗമായിട്ട് കിട്ടിയ വീടാണ് വെച്ചിരിക്കുന്നത്. അപ്പൊ ഈ ഒരു ലൈഫ് മിഷന്റെ ഭാഗമായിട്ട് കിട്ടിയ വീടെന്ന് പറഞ്ഞാൽ പൂർത്തിയായിട്ടില്ല. 4 ലക്ഷം രൂപയ്ക്ക് എന്തായാലും പൂർത്തിയാവാത്ത ഒരു വീടാണ് എല്ലാവർക്കും കിട്ടിയിട്ടുള്ളത്. അതേപോലെ ഈ ഒരു അച്ഛനും അമ്മയ്ക്കും കിട്ടിയതും പൂർത്തിയാവാത്ത വീടാണ്. അപ്പൊ ഈ ഒരു വീട് പൂർത്തിയാവാത്ത സാഹചര്യത്തിൽ എനിക്ക് മെസ്സേജ് അയച്ചതുപോലെ അച്ചായന് മെസ്സേജ്, പലർക്കും മെസ്സേജ് പഞ്ചായത്തിലും പറഞ്ഞു. പക്ഷെ ആരും മൈൻഡ് ചെയ്തില്ല. ആ സമയത്താണ് അച്ചായൻ വരുന്നതും. മൊത്തം ടോട്ടല് 4.5 ലക്ഷം രൂപയാണ് ഇവർക്ക് കൊടുക്കുന്നത്. 3 ലക്ഷം രൂപ കോൺട്രാക്ട് പണി ചെയ്യാൻ വേണ്ടിയുള്ള ആളുടെ കയ്യിലും 1.5 ലക്ഷം രൂപ അവർ അമ്മയുടെ കയ്യിലാണ് കൊടുക്കുന്നത്. ടോട്ടൽ 4.5 ലക്ഷം രൂപയാണ് കൊടുത്തത്. ഇത് ഈ സൂരജ് അവിടെ ചെന്നിട്ട് അച്ചായനോട് സംസാരിക്കുന്നുണ്ട്, അച്ചായനോട് ചേർന്നിട്ടാണ് ഈ വീഡിയോ ചെയ്തത്. അതിന്റെ എക്സ്പ്ലനേഷൻ വരുന്നുണ്ട്. ഏതായാലും പുള്ളിക്കാരൻ വളരെ ജെന്യൂൻ ആയിട്ട് പുള്ളിക്കാരൻ ഉണ്ടായ അനുഭവം, അച്ചായൻ പറയുന്ന പോലെ ഞാൻ പണിത് കൊടുത്ത് വീട് പാവങ്ങളും സഹായിച്ചോട്ടെ, ഈ സെറ്റപ്പ് ഒന്നും പുള്ളിക്കാരൻ പറഞ്ഞില്ല. യഥാർത്ഥമായ സാധനം പുള്ളിക്കാരൻ അവതരിപ്പിച്ചു തന്നിട്ടുണ്ട്. 4.5 ലക്ഷം രൂപ. അങ്ങനെ ആ ഒരു പൈസ കിട്ടിയതിന് ശേഷമാണ് ഈ ഒരു വീട് ഇപ്പൊ പൂർത്തിയായിട്ടുള്ളത്. അപ്പൊ ഇപ്പൊ പഞ്ചായത്തിൽ നിന്ന് കിട്ടിയ 4 ലക്ഷവും അച്ചായൻ കൊടുത്ത 4.5 ലക്ഷം രൂപയും കൊണ്ട് മാത്രമാണ് ഈ ഒരു വീട് ഇപ്പൊ പൂർത്തിയായിട്ടുള്ളത്. അപ്പൊ ഇതാണ് ഇതിന്റെ യഥാർത്ഥ സത്യാവസ്ഥ. അപ്പൊ പുള്ളി അവിടെ 4.5 ലക്ഷം രൂപ കൊടുത്തത് സത്യമായിട്ടുള്ള കാര്യമാണ്. 1.5 ലക്ഷം രൂപ അമ്മയുടെ കയ്യിലും കൊടുത്ത് 3 ലക്ഷം രൂപ പണിക്കാരന്റെ കയ്യിലും കൊടുത്തു. അതിന്റെ വീഡിയോയിലുണ്ട്. അപ്പം പണി തീരാതെ കിടന്ന ലൈഫിന്റെ വീടിനെ പൂർത്തീകരിച്ച് ഇപ്പം നല്ലൊരു അടിപൊളി വീടാക്കി കൊടുത്തത് അച്ചായനാണ്. അത്രേ ഉള്ളു സംഭവം. ഇത് അച്ചായൻ അങ്ങോട്ട് പറഞ്ഞാൽ തീരാവുന്ന പ്രശ്നമുള്ളായിരുന്നു. അച്ചായൻ ഇത് പറഞ്ഞില്ലെന്നുള്ളതേ ഉള്ളു പ്രശ്നം. ഒരാളെ സഹായിക്കുന്നത് തെറ്റില്ല, ആ സഹായം നിങ്ങൾക്ക് പുറത്തു വിടണമെങ്കിൽ ആ കുടുംബത്തിന്റെ സഹായത്തോടെ പുറത്തു വിടുന്നത് തെറ്റില്ല. പക്ഷെ ഇത് ഫുൾ സംഭവം എന്റെ മൊത്തം ഞാനാന്ന് പറയരുത്. അപ്പൊ മറ്റേ അപ്പുറത്ത് സഹായിച്ചെടുക്കാൻ പൊട്ടനാവും. ഇപ്പൊ അച്ചായനെ സപ്പോർട്ട് ചെയ്ത് ഒത്തിരി പേര് വരുന്നുണ്ട്. നിങ്ങൾ ചിന്തിക്കുക, നിങ്ങൾ ഒരാൾക്ക് ദരിദ്രാവസ്ഥ കണ്ടിട്ട് നിങ്ങൾ അയക്ക് വീട് വെക്കാനായിട്ട് സ്ഥലം കൊടുത്തു, തറക്കല്ല് കെട്ടി കൊടുത്തു. വേറൊരാൾ വന്ന് മൊത്തം വീട് പണിഞ്ഞിട്ട് ഫുൾ സെറ്റപ്പ് ചെയ്തത് ഞാനാ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് പോയോ ഇല്ലയോ? ഈ സാധനമാണ് നമ്മൾ ചൂണ്ടിക്കാണിച്ച സാധനം. സീക്രട്ട് ഏജന്റ് ബേസിക് ആയിട്ട് ചൂണ്ടിക്കാണിച്ച് നമ്മളെല്ലാം വാല പിടിച്ച സാധനം ഇതാണ്. ഓക്കെ, ബാക്കി ലൈഫ് പദ്ധതിയിൽ ഇവിടെ കിട്ടിയതാണ്. അത് എത്ര ലക്ഷം രൂപ ആദ്യം കിട്ടി? അങ്ങനെ ബേസ്മെന്റ് ഒക്കെ ചെയ്ത് 4 ലക്ഷം രൂപ ടോട്ടൽ കിട്ടി. ഇപ്പൊ 4 ലക്ഷം രൂപ കൊണ്ടാണ് ഇത് മൊത്തം പൂശിട്ടൊന്നുമില്ല, ടൈൽ ചെയ്ത് കറണ്ട് ഞങ്ങൾ നേരത്തെ കുറ്റിക്കാൽ കറണ്ട് എടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ദൈവദൂതനെ പോലെ ഒരാൾ കോട്ടയത്ത് നിന്നെത്തി അച്ചായൻ. ഇതേപോലെ തന്നെ ക്ലിയർ ആയിട്ട് ഞാൻ ഈ മോളേന്ന് കൊടുത്തതാണ്. അത് ഇനി തിരിഞ്ഞു വന്ന കാര്യം എനിക്കറിയാം. അപ്പൊ വന്നിട്ട് ഈ അച്ചായൻ നിങ്ങൾക്ക് എന്താണ് ഹെൽപ്പ് ചെയ്തത്? 3 ലക്ഷം രൂപ തന്നു. എത്ര? 3. ആരും തന്നല്ലെന്ന് നാട്ടുകാർ നമ്മളെ സഹായിച്ചിട്ടില്ലെന്നാണ് ഞാൻ പറഞ്ഞത്. 3 ലക്ഷം രൂപ അച്ചായൻ കൊടുത്തു.
വീണ്ടും മാത്തമാറ്റിക്സ് ഫുള്ള് ബാളുവാണല്ലോ. അതിന് അതിനെ മറച്ച് തിരിച്ച് അച്ചായനൊന്നും തന്നിട്ടില്ല എന്നാണ് ഇപ്പൊ അതിൽ വന്നിരിക്കുന്നത്. ഞാൻ തോന്നി ഏട്ടന് ഈ അച്ചായൻ കൊണ്ട് തന്നതെന്ന് പറഞ്ഞാൽ 3 ലക്ഷം രൂപ. 3 ലക്ഷം കറക്റ്റാ കിട്ടിയില്ല. 1.5 ലക്ഷം രൂപ തന്നു. ഇപ്പൊ അത് 1.5 ഇത് നിങ്ങൾ എല്ലാരും എന്തൊരു കണക്കാണ് ഈ പറയുന്നത്? അല്ലെങ്കിലേ ഞാൻ കണക്കിൽ മോശമാണ്. ഓരോരുത്തർ വന്നിട്ട് ഓരോ കണക്ക് പറയുന്നു. ഉച്ചയ്ക്ക് മുമ്പല്ലേ 3 ലക്ഷം രൂപ എന്ന് പറഞ്ഞേ, ഇപ്പൊ പറഞ്ഞ 1.5 ലക്ഷം രൂപ എന്നിട്ട് തോന്നുന്നു. ആദ്യം അച്ചായൻ പറഞ്ഞ 5 ലക്ഷം 6 ലക്ഷം കൊടുത്തു. പിന്നെ എഗ്രിമെന്റിനകത്തെല്ലാം കൂടെ നോക്കിയപ്പോ 4.5 ലക്ഷം ഉള്ളൂ. പിന്നെ നോക്കിയപ്പോ 4 ലക്ഷം. ഇത് എന്തൊരിതാണിത്? ഈ ക്ലാരിറ്റി ഇല്ലായ്മയാണ് ഇതിനകത്ത് പ്രശ്നം. സുഹൃത്തുക്കളെ മനസ്സിലാക്കൂ, ഈ ഒരു വ്യക്തത ഇല്ലായ്മയാണ് ഇതിനകത്ത് പ്രശ്നം. മനസ്സിലായോ? ആരോട് പറയാൻ? രണ്ടാമത് ഈ മേസിനായിട്ടാണ് കോൺടാക്ട് ചെയ്തത്. എനിക്കറിഞ്ഞൂടാ. 3 ലക്ഷം രൂപ തന്നിട്ടില്ല. ഈ വീട് മൊത്തം എനിക്ക് അറിഞ്ഞൂടാന്നാണ് പറഞ്ഞത്. മുന്നേ ഈ മേസ്ത്രികളിലാണ് കൊടുത്തത്. എനിക്ക് അറിഞ്ഞൂടാ. 3 ലക്ഷം തന്നിട്ടില്ലേ? തന്നു. ശരിക്കും എന്താ സംഭവിച്ചത്? എന്താണിത്? ഇനിയിപ്പോ ദൈവത്തിന്റെ കയ്യൊപ്പ് വല്ലതും വേണം ഇത് കണ്ടുപിടിക്കാനായിട്ട്. ആദ്യം ഇവര് തന്നെയല്ലേ പറഞ്ഞ് 3 ലക്ഷം രൂപ തന്നു. പിന്നെ പറഞ്ഞ 1.5 തന്നിട്ടുള്ളൂ. 3 ലക്ഷം എനിക്കറിയത്തില്ല. ഈ മേസ്ത്രിയുടെ കൊടുത്തത് എനിക്കറിയത്തില്ല. പിന്നെ എന്താ അടിസ്ഥാനത്തിലാണ് നേരത്തെ 3 ലക്ഷം എന്ന് പറഞ്ഞത്? അപ്പൊ മൊത്തത്തിൽ 4.5 അല്ലേ കണക്കിൽ വരേണ്ടത്? ആ 4.5യുടെ ബാക്കി അവിടെ പോയി. എന്താണ് ഹേ? ടോട്ടൽ എത്ര രൂപ അച്ചായൻ തന്നിട്ടുണ്ട് പൈസ ആയിട്ട്? ഇവിടെ മൊത്തം 4.5 ലക്ഷം രൂപ. 4.5 ലക്ഷം തന്നിട്ടുണ്ട്. ആരെ കയ്യില് തന്നത് 1.5 അവിടെ കൊടുത്തിട്ട് ബാക്കി എന്റെ കയ്യിൽ തന്നിട്ടുണ്ട്. അപ്പൊ 3 ലക്ഷം രൂപ ചേട്ടൻ്റെ തന്നിട്ടുണ്ട്. അച്ചായനെ കണ്ടപ്പോ ആ വീട് കണ്ടപ്പോ തന്നെ അച്ചായന് സഹിക്കാൻ വയ്യ. ഞാൻ പറഞ്ഞു ഇവിടെ ഒരു വീട് കോൺക്രീറ്റ് ചെയ്യാൻ പറ്റാതെ തട്ടടിച്ചിട്ടിരിക്കുകയാണ് എന്ന് പറഞ്ഞപ്പോ അച്ചായൻ പറഞ്ഞു നിങ്ങൾക്ക് വീട് വെച്ച് തരാം ഞാൻ. അങ്ങനെയാണ് അച്ചായൻ നമുക്ക് ഈ പൈസ തന്നത്. പിന്നെ അച്ചായനാണ് തന്നത്. അപ്പൊ പഞ്ചായത്തുകാരും എല്ലാരും കൂടെ നമ്മളെ വന്നിട്ട് ഈ വാരിയിടണം. അത് നിങ്ങൾ ഇപ്പൊ പ്രശ്നം പഞ്ചായത്തായി. എന്റെ സുഹൃത്തുക്കളെ, ഇതിനകത്ത് അച്ചായൻ അവിടെ വന്നിട്ടുണ്ട്. അച്ചായൻ ആ വീടിനെ സഹായിച്ചിട്ടുണ്ട്. അച്ചായൻ ഒരു ദൈവദൂതനെ പോലെ അവിടെ ഇറങ്ങി തിരിച്ചിട്ടുണ്ട്. പക്ഷെ ഇതിനകത്ത് സംഭവം എന്ന് പറഞ്ഞാൽ ഇത് മൊത്തത്തില് ഒരു പ്രോപ്പർ ആയിട്ടുള്ള രീതിയിലല്ല. അവിടുന്ന് കുറച്ച് ഇൻഫർമേഷൻ, ഇവിടുന്ന് കുറച്ച് ഇൻഫർമേഷൻ, ഇത് രണ്ടും കൂടെ കൂട്ടി ഇവിടെ വേറൊരു ഇൻഫർമേഷൻ. 3 ലക്ഷം രൂപ അവിടെ നിന്ന് പറയുന്നു, 1.5 ഇവിടെ നിന്ന് പറയുന്നു, 4 ലക്ഷം അവിടെ നിന്ന് പറയുന്നു, മൊത്തത്തിൽ 4 ലക്ഷം അവിടെയും 4.5 ഇവിടെയും മൊത്തത്തിൽ 9.5 എന്ന് പറയുന്നത് 8.5 എന്ന് പറയുന്നത്. ഈ ഒരു പ്രശ്നമാണ്, കോലാഹലമാണ് ഇതിനകത്ത് പ്രശ്നം. അച്ചായ ചെയ്യുമ്പോൾ കൃത്യമായിട്ട് ചെയ്യുക. ഇതിനകത്ത് അച്ചായനാണോ കള്ളത്തരം പറയുന്നത്? മറ്റേ ആ ലൈഫ് മിഷൻ പദ്ധതിയുടെ ഭാഗമായിട്ട് വീടുമായിട്ട് വന്ന അവരാണോ കള്ളത്തരം പറയുന്നത്? അതോ ഈ കുടുംബമാണോ കള്ളത്തരം പറയുന്നത്? നിങ്ങൾക്ക് തോന്നുന്നത് തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ കമന്റുകളെ രേഖപ്പെടുത്തുക. പാവങ്ങളുടെ അവസ്ഥയെ ചൂഷണം ചെയ്യുമ്പോഴത്തേനും കൃത്യമായി ചെയ്യാം കേട്ടോ. നമ്മൾ സഹായിക്കുന്നതിന് നമുക്ക് ഇതില്ല സഹായിച്ചത്, അതിലോട്ട് സാധിക്കും ഫുൾ സപ്പോർട്ട് മറ്റുമായിട്ടാണ്.